വലൈക്കും അസ്സലാം. റിയാസേ, എടാ നിന്റെ വോയിസ് ഞാൻ ഇപ്പോഴാണ് കേട്ടത്. പിന്നെ ഞാൻ ചോദിച്ച 2000 റുപ്യ എടാ എൻ്റെ അടുത്ത് ഉണ്ടാവൂലടാ. സത്യം പറഞ്ഞ എനിക്കതിന് പറയാൻ വിഷമമുണ്ട്. നീ 2 ദിവസം മുന്നെയാണ് ചോദിച്ചെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നിനക്ക് തന്നെ അറിയാമല്ലോ, റമദാനായിട്ട് കച്ചവടമൊക്കെ കടയിൽ ഭയങ്കര കുറവാണ്, വളരെ കുറവാണ്. നീ ഒരു പണി ചെയ്യേ, നീ ആരുടെന്നെങ്കിലും കുറച്ച് പൈസ കിട്ടുമെങ്കിൽ നീ വാങ്ങിച്ചോ. പെരുന്നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബേക്കറിയിൽ നല്ല കച്ചവടം ഉണ്ടാവുമല്ലോ, അപ്പം നമുക്ക് തിരിച്ചു കൊടുക്കാം. അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. പിന്നെ ഇപ്പം നിന്റെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കേണ്ട ഒരു കാര്യമില്ലടാ. അള്ളാഹു ഒരു വഴി കാണാതിരിക്കൂല. ആ രാധാകൃഷ്ണ, വാ വാ വാ. എന്താണ്? വാ വാ. എന്താ വന്ന്? ഞാൻ ഇന്നലെ വന്നു. അതെ വാ. ഓക്കെ. എന്തേലും വർത്താനൊക്കെ? എന്ത് സുഖം. ആദ്യം തന്നെ വന്നെങ്കിൽ എന്തായാലും റിയാസ് ഖാനെ കാണാതിരിക്കാൻ പറ്റുമല്ലോ. എന്തായാലും സന്തോഷം ഉണ്ടല്ലോ. എന്താ ആകെ ക്ഷീണമുണ്ടല്ലോ. നോമ്പൊക്കെ അല്ലേ, ക്ഷീണമാണ് കാര്യങ്ങളൊക്കെ. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു അത്തറ് എനിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് റിയാസ് ഖാക്ക് തരികയാണ്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. ഇപ്പം പെട്ടെന്ന് വന്നത് അടുത്ത മാസം 10-ം തീയതി എൻ്റെ വീടിൻ്റെ കുടിയിരിപ്പാണ്. ആ അപ്പം എന്തായാലും നിങ്ങൾ റംലാത്താനെ കൂട്ടി തരണം. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു റിയാസ് ഖാൻ, നിങ്ങളെ കഴിച്ചിട്ടുള്ള വേറുള്ളവർ പറയാൻ പറ്റുള്ളൂ. ഒരുപാട് സന്തോഷം രാധാകൃഷ്ണ. എന്തായാലും ഓർത്തല്ലോ, ഓർക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് വരുമ്പോൾ ഉമ്മാൻ്റെ കുറവ് വലിയൊരു കുറവാണ്. ഉമ്മ അതൊരു വിളക്കാണോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ ഉള്ള കാലത്തെ ഒരുപാട് കുടുംബക്കാർ സക്കാത്തും കയറ്റിവിടെ വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മുള്ള കാലം ഡ്രസ്സ് എടുക്കാനോ ചെലവിനോ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. പക്ഷെ ഉമ്മ ഇല്ലാത്ത ഈ പെരുന്നാളിലല്ലോ, സത്യം പറയാം രാധാകൃഷ്ണ, ഒരു ഉൾപ്പെടെ സക്കാത്ത് കൈ വരുന്നില്ല. എൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. റിയാസ് ഖാൻ, അതൊക്കെ പഠിച്ചോണ്ട് ഓരോ പരീക്ഷണങ്ങളാണ്. എന്തായാലും എന്താ റിയാസ് ഖാൻ, ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് തരില്ല, അല്ല ഞാൻ നിങ്ങൾക്കാണ് കൊണ്ടുവന്നാണ്. ഇതാണ് വെക്കി. റിയാസ് ഖാൻ, അന്ന് നിങ്ങളെ പാസ്പോർട്ട് എടുത്തു തന്ന കാരണം ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞിങ്ങനെ നടക്കുന്നുണ്ടാവും ഇപ്പോഴും. അതുകൊണ്ട് എന്തായി, ഇപ്പം ഞാൻ ഒരു വീട് വെച്ച് 4 പെങ്ങന്മാരെയും കെട്ടിച്ചയച്ച് ദൈവത്തിനോട് നന്ദി പറയാം. ഇപ്പോൾ സുഖമാണ്. എന്തായാലും ഇതൊന്നും തന്നാൽ തീരൂല. അത്ര ഉണ്ട് നിങ്ങളോടുള്ള കടപ്പാട്.